പ്രിയമുള്ളവരെ, നമ്മളിന്ന് പരിചയപ്പെടുന്നത് പനയോല അല്ലെങ്കിൽ താളിയോല, എഴുത്തോല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥക്കെട്ടാണ്. ഈ ഗ്രന്ഥക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പഴയ കാലഘട്ടങ്ങളിൽ പനയോല പ്രത്യേക രീതിയിൽ ചൂടാക്കി സംസ്കരിച്ച് അതിലാവശ്യമായ അറിവുകൾ നാരായം അല്ലെങ്കിൽ എഴുത്താണി പോലുള്ള എഴുത്ത് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും എഴുതുകയും അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി കെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഗ്രന്ഥക്കെട്ട് പ്രധാനമായും സംഗീതം, ആയുർവേദം, സിദ്ധവൈദ്യം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം അങ്ങനെയുള്ള പഴയ കാലങ്ങളിൽ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി എഴുതി സൂക്ഷിച്ചിരുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഗ്രന്ഥക്കെട്ട് സിദ്ധവൈദ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഈ ഗ്രന്ഥക്കെട്ട് പുൽത്തൈലം ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സംരക്ഷിച്ച് വച്ചിരിക്കുകയാണ്. ഇത് തമിഴ് ലിപിയാണ്. ഇത് പുരാതന തമിഴ് ലിപിയാണ്. നമ്മൾ ചെന്തമിഴ് എന്നൊക്കെ പറയുന്ന തമിഴാണ്. ഒരുപക്ഷെ തമിഴ് അറിയുന്നുള്ള വ്യക്തികൾക്കും ഇത് വായിച്ചു പഠിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് സിദ്ധവൈദ്യം നമുക്കറിയാം. അഗസ്ത്യമുനിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ വൈദ്യം തമിഴ്നാട്ടിലെ അടിമുറൈ, സിലമ്പം അങ്ങനെയുള്ള ആയോധന കലകൾ 18 വർഷത്തിൽ കൂടുതൽ അഭ്യസിക്കുന്ന ശിഷ്യർ മർമ്മശാസ്ത്രത്തിലേക്ക് കടക്കുകയും ശരീരമർമ്മങ്ങളും നാഡികളും ഗുരുനാഥനിൽ നിന്ന് അഭ്യസിച്ച് അവർ സിദ്ധി നേടി സിദ്ധവൈദ്യം, മെഡിസിൻ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പഠിക്കുകയും കാലങ്ങൾ കഴിഞ്ഞ് അവർ പ്രഗത്ഭരായ വൈദ്യന്മാരായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള അറിവുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്.